ഇർഫാൻ തുടരുന്നുണ്ട്. നമുക്കിപ്പം ഇർഫാൻ, ജില്ലാ കളക്ടർ അവിടെ എത്തി കുടുംബത്തോട് സംസാരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്? സർക്കാർ ഇതുവരെ ചെയ്ത എല്ലാ നടപടിക്രമങ്ങളും വീട്ടുകാരെ അറിയിച്ചോ? ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും നടത്തിയ മുഴുവൻ പ്രവർത്തനങ്ങളും വീട്ടുകാരോട് വിശദീകരിച്ചു. രക്ഷാപ്രവർത്തനം കൂടുതലായി നടത്തണം, അല്ലെങ്കിൽ ഊർജിതമായി നടത്തണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് കളക്ടർക്ക് മുമ്പാകെ ഈ വീട്ടുകാർ വെച്ചത്. കൂടുതൽ ഊർജിതമായി തന്നെ നടത്തണം എന്ന നിലയിൽ തന്നെ ആണ് വീട്ടുകാരും അഭ്യർത്ഥിച്ചത്. അവിടുത്തെ ഒരു സാഹചര്യം, അവിടുത്തെ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യം കളക്ടറോട് ചോദിച്ചറിഞ്ഞിരുന്നു. കളക്ടർ ഇക്കാര്യങ്ങളെല്ലാം വീട്ടുകാരെ ധരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കാനുള്ള, അല്ലെങ്കിൽ അത് സജ്ജീകരിക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ഇതിൽ കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട് എന്ന കാര്യം ആണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി തന്നെയാണ് കളക്ടർ ഈ വീട് സന്ദർശിച്ച് കാര്യങ്ങൾ അറിയിച്ചത്. ഈ രക്ഷാപ്രവർത്തനം സൂചിപ്പിച്ചതുപോലെ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പങ്കുവച്ച കാര്യങ്ങളുണ്ട്. മനാഫുണ്ട്, അതോടൊപ്പം തന്നെ ജിതിനുണ്ട്. ഇവരെല്ലാം പറയുന്ന ഒരു അതിശക്തമായ മഴ അവിടെ ഉണ്ട്. എങ്കിൽ പോലും ആ ഒരു മഴയെ അതിജീവിച്ച് വേണം ഇത്തരത്തിൽ ഭാരത് ബെൻസിന് ആ ഒരു ലോറിയെ ഇതിൽ നിന്നും മണ്ണിനടിയിൽ നിന്നും എടുക്കാൻ. അവിടെ കാര്യമായ ഒരു പുരോഗതി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലാണ് ഇവരെല്ലാം പങ്കുവെക്കുന്ന വിവരങ്ങളും വലിയ ആശങ്കയും വലിയ വിഷമവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെ അപകട സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് മണ്ണ് ഇനിയും ഇടിയുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തുന്നതിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ. മാത്രമല്ല, നേവിയും NDRF രണ്ട് ടീമുകൾ, രക്ഷാപ്രവർത്തക സംഘങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. തിരച്ചിൽ ഊർജിതമായി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം കർണാടക സർക്കാരിന് ചെലുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ദേശീയ ശ്രദ്ധ ആകർഷിച്ച, അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ കിട്ടിയ ഒരു വിഷയമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആ ഒരു ഭാരത് ബെൻസിന്റെ അധികൃതരുമായി സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ അർജുന്റെ ഫോൺ ബെല്ലടിച്ചു എന്ന നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത്.